ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മതിയാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. കറി തയ്യാറാക്കാനായി ഞാനിവിടെ മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ടെടുക്കണം. കടുക് നന്നായിട്ട് ഇനി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്കായി വരുന്നതിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് എടുക്കണം. ഒരുപാട് കുക്കാക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് തക്കാളി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ആ തക്കാളി ചെറുതായിട്ടൊന്ന് വേകുന്നത് വരെ നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ചെറിയ ഉള്ളിയും 3 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിനും താഴെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേകാൻ വെച്ചിട്ടുള്ള തക്കാളി കുക്കായിട്ടുണ്ടോ എന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒരുപാട് ഇട്ടങ്ങ് തക്കാളി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, നേരത്തെ ചേർത്ത് കൊടുത്തത് മതിയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇതിപ്പോൾ കറി നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൊണ്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണുന്നതിൽ